പ്രാഞ്ചിയേട്ടൻ പത്മശ്രീക്ക് ശ്രമിച്ച പോലെ ട്രംപ് ഈ ഒരു സമാധാനത്തിലെ നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും നോബൽ കമ്മിറ്റിയുടെ കണ്ണുപെട്ടില്ല. അത് നേരെ എടുത്ത് മറിയ കൊറീന മക്കാഡോയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. 8 മാസം കൊണ്ട് 9 യുദ്ധങ്ങളാണ് ട്രംപ് അവസാനിപ്പിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം. പാകിസ്ഥാൻ വഴി ഉണ്ടായ ഒരു അറ്റാക്കിനെ ഇന്ത്യ വേണ്ടുന്ന രീതിയിൽ പ്രതിരോധിക്കുകയും ആ പ്രതിരോധത്തിന്റെ ആഘാതശേഷി കൊണ്ട് പാകിസ്ഥാൻ മുന്നോട്ടുള്ള യുദ്ധത്തെ ഇനി തുടർന്നു പോകുന്നില്ല എന്ന് പറയുകയും അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇസ്രായേൽ പറഞ്ഞിട്ട് B-20 വിമാനങ്ങൾ കൊണ്ടുവന്ന് ഇറാന്റെ അണ്ണാക്കിലും ആസനത്തിലും എല്ലായിടത്തും ഇട്ട് പൊട്ടിച്ച് അവർക്ക് ഇനി ഒരു സ്വസ്ഥതയുടെ ഒരു കണം അല്ലെങ്കിൽ പുരോഗമനത്തിന്റെ ഒരു കണം പോലും അവിടെ ഇല്ലാത്ത തരത്തിലാക്കി വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്, വാറ് സ്റ്റോപ്പ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ട്രംപ് പറഞ്ഞ ഇതിനെ നിർത്തിയത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സാധനമാണ് ഇപ്പോൾ ഗസയിലുണ്ടായിട്ടുള്ള വെടിനിർത്തൽ. ഗസയിലുണ്ടായിട്ടുള്ള വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗസയുടെ അല്ലെങ്കിൽ പലസ്തീൻ്റെ അണ്ണാക്കിൽ കുത്തിപ്പിടിച്ചിട്ട് 20 പോയിന്റുകൾ വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ട് ആണ് ഒരു വെടിനിർത്തൽ കരാർ അവിടെ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. പലസ്തീനെ അങ്ങേയറ്റം അവഗണിച്ചും ഇസ്രായേലിനെ വാനോളം പുകഴ്ത്തിയുമാണ് അവര് ഓരോ ട്വീറ്റുകളും ഇട്ടിരുന്നത്. വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് നല്ല തോതിൽ ക്രൂഡ് ഓയിലിന്റെ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഭരിക്കുന്ന ഭരണകൂടം ട്രംപിന് എതിരായിട്ടുള്ളൊരു ഭരണകൂടമാണ്. അപ്പോൾ മക്കാഡോയെ മക്കാഡോയുടെ കീഴിൽ അവിടെ ഒരു ഭരണം കൊണ്ടുവരികയും മക്കാഡോയോ ആയിട്ട് നല്ല തരത്തിലുള്ള ഒരു നയതന്ത്ര ബന്ധം പുലർത്തുകയും ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഈ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കാനുള്ള എളുപ്പത്തിലുള്ള ഒരു വഴി കിട്ടും. വെനിസ്വേലയിലെ ആഭ്യന്തരമായിട്ടും അല്ലാതെയും ഉള്ള സമാധാനം മുഴുവനായിട്ട് തകർന്നിരിക്കുകയാണ്. ഇതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അതായത് ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇത്രയേറെ അധ്വാനിക്കുന്നത് എന്നാണ് മെക്കാഡോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെക്കാഡോ ഒരു കാര്യം കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്നാൽ പുറത്തുനിന്ന് ഫോഴ്സിനെ കൊണ്ടുവന്നും ഞാനത് ചെയ്യും എന്ന് അവർ ഒരു ട്വീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പുറത്തുനിന്ന് വരാവുന്ന ഫോഴ്സ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിന്റെ ഫോഴ്സാണ് അവിടേക്ക് വരാനുള്ളത്. അങ്ങനെ ട്രംപിന്റെ ഫോഴ്സ് ഇപ്പൊ വെനിസ്വേലയിൽ വരിക വഴി അവിടെയുള്ള സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു ഡ്രാമ അവിടെ നടക്കുകയും ട്രംപിന് ഇഷ്ടം പോലെ അവനവന്റെ സൗകര്യത്തിനുള്ള ഈ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന ലോക ജനതയ്ക്ക് ക്ഷമയ്ക്കുള്ള ഒരു നോബൽ പ്രൈസ് കൊടുക്കണം. ഇതാണ് തേർഡ് ലെൻസിന് പറയാനുള്ളത്.